ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ബാബാ തിരുമേനി, അഭിവന്യരായ പിതാക്കന്മാരെ, വൈദിക സഹോദരന്മാരെ, ശമ്മാശന്മാരെ, മറ്റ് സെമിനാരി വിദ്യാർത്ഥികളെ, വിശ്വാസികളുടെ സമൂഹമേ, മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഒരു നിർണായകമായ വഴിത്തിരിവുണ്ടാക്കിയ, മലങ്കര സഭയുടെ അസ്തിത്വത്തിന് ഒരു പുതിയ വ്യാഖ്യാനം നൽകിയ ഒരു വിശുദ്ധൻ്റെ പെരുന്നാൾ നാം ഇവിടെ ആഘോഷിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു ചരിത്ര സ്മരണ മാത്രമായി അതിനെ ഒതുക്കാറുണ്ട്. കുറേ ആഘോഷങ്ങൾ, ചരിത്രപരമായ ചില സംഭവങ്ങളുടെ വിവരണം, ആ വിശുദ്ധൻ്റെയോ ശുദ്ധിമതിയുടെയോ ജീവിതത്തിൽ നടന്നിട്ടുള്ള ചില കാരണങ്ങൾ, ചില സംഭവങ്ങൾ, അതോടൊപ്പം അവരുടെ ജീവിതശേഷം ഉണ്ടായ ചില അത്ഭുത പ്രവൃത്തികൾ ഒക്കെയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത്. എന്നാൽ ഇതിലുപരി അത്ഭുതങ്ങൾ തേടിയുള്ള യാത്രയ്ക്ക് അപ്പുറമായി ചരിത്രത്തിൽ സംഭവിച്ച കാരണങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിശുദ്ധരുടെ പെരുന്നാളുകളിൽ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നമ്മെ വിളിച്ചടുപ്പിക്കുന്ന ഒരനുഭവമാണ് ഉണ്ടാകേണ്ടത്. പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് ദിവന്നാസ്യോസ് തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സാധിക്കേണ്ടത് ആ വിശുദ്ധൻ്റെ കാലടികളെ പിന്തുടരുവാൻ നമുക്ക് സാധിക്കുമോ എന്ന്. പലപ്പോഴും നമുക്കൊരു ബാങ്കിൽ ആരൊക്കെയോ കൊണ്ട് കുറേ പണം ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എടുക്കുക എന്ന രീതിയിൽ ഒരു വിശുദ്ധൻ വളരെ വിശുദ്ധനായിട്ട് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേടിയ പുണ്യങ്ങളിൽ നിന്ന് നമുക്ക് കുറേശ്ശെ എടുത്ത് ജീവിക്കുക, ലുബ്ധനായി ജീവിച്ചിരുന്ന ഒരു പിതാവിൻ്റെ ധാരാളിയായ മക്കളെ പോലെ കഴിയുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ആശയം. എന്നാൽ അതിലുപരി അവരുടെ ജീവിതം എന്തായിരുന്നു? സുവിശേഷം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവര് ഒന്നും പ്രത്യേകിച്ച് നേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആർജിക്കുവാനായിരുന്നില്ല അവര് ഇത് നേടിയത്. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നത് തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. തൻ്റെ ശിഷ്യന്മാരുടെ പ്രധാനി എന്ന് പലപ്പോഴും പറയുന്ന പത്രോസ് തന്നെ കേപ്പ അവനോട് അവസാനം ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം ഇട്ടെറിഞ്ഞേച്ച് വന്നിട്ട് ഞങ്ങൾക്ക് എന്നാ കിട്ടിയെന്ന്. ഇത് പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്നാ കിട്ടി? പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും? കാരണം നമുക്ക് ഒരു ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയാണ് ആത്മീയ ജീവിതത്തെക്കുറിച്ച്. ഞാൻ ഒരു നേരം പ്രാർത്ഥിച്ചാൽ ഇത്ര കിട്ടും, 2 നേരം പ്രാർത്ഥിച്ചാൽ ഇത്ര കിട്ടും, 100 പ്രാവശ്യം ഇത് ചെയ്താൽ ഇത്ര കിട്ടും, 40 കുമ്പിട്ടാൽ ഇത് കിട്ടും. ഓരോ എക്സ്ചേഞ്ചിനും എന്ത് കിട്ടും കിട്ടും കിട്ടും. നമ്മുടെ ആർജവത്വരയാണ് പലപ്പോഴും നമ്മുടെ ജീവിത ശൈലിയായിട്ട് മാറുന്നത്. സാധാരണ ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്നത് തന്നെ നമ്മൾ ആത്മീയ ജീവിതത്തിലേക്ക് പകർത്തുവാനും ശ്രമിക്കുകയാണ്. ഇത് സഭയുടെ സാക്ഷ്യത്തിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പൊതുവെ ഉള്ള സാക്ഷ്യത്തിലും നമ്മൾ കാണുന്ന ഒരു വികലതയായിട്ട് ഞാനിതിനെ പറയും. ആത്മീയമായ ഒരുതരം വികലതയാണ്. എന്നാൽ ഇവിടെ ഇന്ന് നാം പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളവും തൻ്റെ സഭ എന്തായിരിക്കണം, തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിനെ കുറിച്ചുള്ള ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്നാലൊരു എളുപ്പ വഴി സ്വീകരിക്കുവാനാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. യാത്ര ചെയ്യുമ്പോഴാണേലും കുറുക്ക് വഴി എവിടെയാണ് ഉള്ളത്? ഒരു വേലിയുടെ ഇടയ്ക്കൂടെ ഒരു പുഴയുണ്ടെങ്കിൽ അതിലെ അങ്ങ് കയറി അങ്ങ് പോയി കഴിഞ്ഞാൽ ശരിയായ വഴിയാണോ എന്ന് നോക്കിയല്ല പലപ്പോഴും, അതിലെ അങ്ങ് കയറിക്കഴിഞ്ഞാൽ അതങ്ങ് നടക്കും. മലയാളികളെ കുറിച്ച് പറയും, എന്തെങ്കിലും ചെയ്യരുതെന്ന് എവിടെയെങ്കിലും ഒന്നൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ചെയ്തു നോക്കും.
ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്നിട്ട് അടുത്ത് നിൽക്കുന്നവരോട് പറയാം എല്ലാം അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ അങ്ങ് പൊയ്ക്കോ. കുറുക്കു വഴികളുടെയും കോംപ്രമൈസസിൻ്റെയും ഒരു കൂട്ടുകെട്ടായിട്ട് നമ്മുടെ ജീവിതം മാറുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ദിവന്നാസ്യോസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധനായ ദിവന്നാസ്യോസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ വൈഷമ്യ ഘട്ടങ്ങളിൽ പല സാഹചര്യത്തിൽ കോംപ്രമൈസസ്, അദ്ദേഹം എടുത്ത നിലപാടുകൾ ചില അയവ് വരുത്തിയിരുന്നുവെങ്കിൽ എളുപ്പമായിരുന്നേ, സൗകര്യമായിരുന്നേ. എന്നാൽ അതിന് ഒരുങ്ങിയില്ല. സഭയിൽ സമാധാനം ഉണ്ടാക്കുവാനായിട്ട് ധാരാളം ആഗ്രഹിച്ചു. പക്ഷെ ആ സമാധാനം എന്ന് പറയുന്നത് തൻ്റെ നിലപാടുകൾ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു സമാധാനമായിരുന്നു. കർത്താവ് പറയുന്ന പോലെ സമാധാനം വരുത്തുവാനല്ല ഞാൻ വരുന്നതെന്ന് പറയുമ്പോൾ കർത്താവ് ഏതാണ്ട് വഴക്കുണ്ടാക്കാനാണ് വന്നതെന്ന അർത്ഥത്തിൽ ചിലർ വായിക്കാറുണ്ട്. അല്ലെങ്കിൽ അമേരിക്കയിൽ ചിലർ പറയും അമേരിക്ക യുദ്ധം ചെയ്യുന്നതിനൊക്കെ കാരണമായിട്ട് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കും. എന്നാൽ അതിലുപരി സമാധാനത്തിൻ്റെ ഒരു വ്യത്യസ്തമായ അർത്ഥമാണ്. സമാധാനമെന്ന് പറയുന്നത് ഒരു ശണ്ടയില്ലാത്ത അവസ്ഥ മാത്രമല്ല. സമഗ്രമായ സമാധാനമെന്ന് പറയുന്നത് നീതിയുടെയും നീതിയുക്തമായ ഒരു സമാധാനമായിരിക്കും. അവിടെ പലപ്പോഴും നിലപാടുകൾ എടുക്കുമ്പോൾ, നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ചില ഏറ്റുമുട്ടലുകൾ അനിവാര്യമാണ്. ആ ഏറ്റുമുട്ടലുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിലേക്ക് കടന്നു പോകുമ്പോൾ അത് സമാധാനക്കുറവല്ല, ശാശ്വത സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ്. ഇവിടെ അതാണ് ദിവന്നാസ്യോസ് തിരുമേനിയുടെ ജീവിതത്തിൽ നാം കാണുന്നത്. സമാധാനം സഭയിൽ ഉണ്ടാകണം, അതിനുവേണ്ടി എന്ത് കഷ്ടത സഹിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു, അല്ലെങ്കിൽ കഷ്ടത സഹിച്ചിരുന്നു. പക്ഷെ അതൊന്നും തന്നെ താൻ വിശ്വസിച്ചിരുന്ന സഭയെക്കുറിച്ചുള്ള തൻ്റെ ദർശനത്തിനെ ബലി കഴിച്ചുകൊണ്ടായിരുന്നില്ല. ഇവിടെ നമുക്കും സാധിക്കേണ്ടിയ ഒന്നതാണ്. നമ്മുടെ സഭയെക്കുറിച്ചുള്ള നമ്മുടെ ദർശനം എന്താണ്? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ നമുക്കുള്ള ദർശനം എന്താണ്? ഈ ദർശനങ്ങളെ ബലി കഴിച്ചുകൊണ്ട് നേടുന്ന സമാധാനം ഒരിക്കലും സമാധാനമാവില്ല. അത് അസമാധാനത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന ചില ശാന്തി അല്ലെങ്കിൽ വഴക്കില്ലായ്മ എന്ന് വേണേൽ പറയാം. അതൊരു നെഗറ്റീവ് പീസാണ്. ഒരു സമഗ്രമായ അല്ലെങ്കിൽ ശാശ്വതമായ ഒരു സമാധാനമാണ് ക്രിസ്തുവിലൂടെ നമുക്ക് സാധിക്കേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപെടലുകളിലും ഒക്കെ സാധ്യമാകേണ്ട ഒരു വിഷയമാണ്. എല്ലാത്തിൻ്റെയും നിലപാടുകൾ, പലപ്പോഴും നമുക്ക് നിലപാടുകളില്ല എന്നുള്ളതാണ് പലപ്പോഴും നമുക്കൊരു സൗകര്യമായിട്ട് വരുന്നത്. മനഃശാസ്ത്രജ്ഞന്മാർ പലരും പറയുന്നുണ്ട്, സമൂഹത്തിൽ മനുഷ്യൻ പലപ്പോഴും ശ്രമിക്കുന്നത് സമൂഹത്തിനോട് സമരസപ്പെട്ട് അതുപോലെ ഒഴുക്കിൽ പോകുവാനാണ്. ഇവിടെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് ജീവിക്കുന്ന നമുക്കറിയാം, ഒരു മത്സ്യം ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിന് ജീവനുണ്ട് എങ്കിൽ അതിനൊഴുക്കിനെതിരെ നീന്തിയേ പറ്റുള്ളൂ. ഒഴുക്കിനനുസരിച്ച് നീന്തുന്നത് ഒരു പുഴയിൽ നോക്കിയാൽ ജീവനുള്ളത് ഒന്നിനെയും കാണില്ല. പൊങ്ങുതടി കാണാം, ചത്ത മീൻ കാണാം, അല്ലെങ്കിൽ ശവങ്ങൾ ഒഴുകിപ്പോകുന്നത് കാണാം. പക്ഷെ ഒരിക്കലും ജീവനുള്ളത് ഒഴുക്കിനനുസൃതമായി നീന്തുകയില്ല. ജീവനുള്ളതിനെ സംബന്ധിച്ചിടത്തോളവും അത് ഒരു ഒഴുക്ക് നീറ്റിൽ ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ പോലും അത് ഒഴുക്കിനെതിരെ നിലപാടെടുത്തെങ്കിലേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലും അതാണ്. പ്രത്യേകിച്ച് ആധുനിക ജീവിതത്തിൽ ധാരാളം പ്രലോഭനങ്ങളുടെ ഒരു ഘട്ടത്തിൽ പലപ്പോഴും എന്ത് തെറ്റ് ചെയ്താലും നമ്മളുടെ ഉത്തരം എല്ലാവരും അങ്ങനെ. പിള്ളേരോട് ചോദിച്ചാൽ പറയും, കൂട്ടുകാരൊക്കെ അതങ്ങ് ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്തു.
മുതിർന്നവർ പറയുന്നത് തന്നെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്ത് അവിടെ എല്ലാ വീട്ടുകാരും അങ്ങനെയൊക്കെയാണ്, അപ്പം പിന്നെ ഞങ്ങളും അങ്ങനെ. സഭയിലും ഒക്കെ ഇന്ന് കാണുന്ന ഒരു പ്രവണതയാണ്. മറ്റ് സഭകളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് ചിലരിങ്ങനെയാണ്. ഒരാളോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, അവർ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുന്നതിൽ വരുമ്പോൾ എന്നാൽ പിന്നെ അതിലും കൂടിയാൽ പോരെ. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ നിലപാട് ജീവനുള്ളതാണോ അതോ പൊങ്ങുതടി പോലെ ഒഴുക്കത്ത് പോകുവാനുള്ളതാണോ? നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് മൂളിക്കൊടുക്കുന്നതാണ്, അതോ എൻ്റെ വിശ്വാസം ഇതാണ്, അതിൽ നിന്ന് വ്യതിചലിക്കുവാൻ ചുറ്റുവട്ടത്ത് മറ്റു പലരും കാണിക്കുന്നത് കാണിച്ച് എൻ്റെ വിശ്വാസത്തിൽ കോംപ്രമൈസസ് ഉണ്ടാക്കുവാൻ ഞാൻ തയ്യാറല്ല എന്നൊരു നിലപാടെടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? എൻ്റെ സഭാജീവിതത്തിൽ വരുന്നതിൻ്റെ പിന്നത്തെ തിങ്കളാഴ്ച നോമ്പ് തുടങ്ങുകയാണ്. പലപ്പോഴും അവിടെ നമ്മൾ വരുന്ന ഇന്നത്തെ കാലത്ത് നോമ്പിന് ബുദ്ധിമുട്ടാണ്. സത്യത്തിൽ പഴയതിലും എളുപ്പമാണ് ഇന്ന് നോമ്പ്. ഭക്ഷണ വിഭവങ്ങളുണ്ട്, ആവശ്യത്തിന് എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ട്. അവിടെയും നമ്മൾ പറയുന്നത് തന്നെ, ഇന്ന് സമൂഹത്തിൽ എല്ലാവരും, ഇന്ന് ആരും അങ്ങനെ ഇതൊന്നും നോക്കുന്നില്ല. ചോദ്യം ആരും നോക്കുന്നില്ല എന്നുള്ളതല്ല, നമ്മൾ നോക്കുന്നുണ്ടോ? ഇപ്പം ജീവിതത്തിൻ്റെ വ്രതശുദ്ധി എന്ന് പറയുന്നത് സന്യാസിമാർക്ക് മാത്രമുള്ളതല്ല. ഏതൊരു വിശ്വാസിക്കും അവൻ്റെ വിശ്വാസത്തിൻ്റെ വ്രതശുദ്ധിയുണ്ട്. അങ്ങനെ വ്രതശുദ്ധി പാലിച്ച, തൻ്റെ ജീവിതത്തിലെല്ലാം ത്യജിച്ച് സഭയ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് ആ മരണാനന്തരവും സഭയുടെ മധ്യസ്ഥനായി നിലകൊള്ളുന്ന ഒരു വിശുദ്ധൻ്റെ പെരുന്നാളാണ് നാം ആഘോഷിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഭണ്ഡാരത്തിൽ നേർച്ചയിട്ട് അതൊക്കെ ചെയ്തു. അതിലുപരി ആ ജീവിതം നമുക്ക് സാംശീകരിക്കുവാൻ സാധിക്കുമോ? ചിലപ്പോൾ അത് മുഴുവൻ സാധിച്ചില്ലെന്ന് വരാൻ, ആ പാതയിൽ ഒരു ചുവടെങ്കിലും നമുക്ക് മുമ്പോട്ട് വെക്കുവാൻ കഴിയുമോ? ഓരോ പെരുന്നാൾ കഴിയുമ്പോഴും ഇവിടെ വന്നു പോകുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യതിയാനം നമുക്കുണ്ടാകുന്നുണ്ടോ? വ്യതിയാനം ഉണ്ടാകുന്നില്ല എങ്കിൽ വെറുതെ സമയം കളയുക. ആഘോഷമൊക്കെ കണ്ടേച്ച് തിരിച്ചു പോകാം. പരിശുദ്ധ ബാബ തിരുമേനിയും തിരുമേനിമാരും ഒക്കെ ആഘോഷമായിട്ട് നടന്നു ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു. ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. അതിലുപരി ഈ വിശുദ്ധൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തെ സ്പർശിച്ചുവോ? ആ സ്പർശനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ക്രിസ്തുവിലേക്ക് ഒരു പടി കൂടി അടുക്കുവാൻ എനിക്ക് സാധിച്ചോ? ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പെരുന്നാളിൽ സംബന്ധിക്കുക. ഒരു പടി കൂടി ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥതയിലൂടെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.